സാധാരണഗതിയിൽ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ എന്തെങ്കിലും കേസുകൾ വരികയോ ആരോപണങ്ങൾ വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണാറുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഇതിനു മുൻപ് ഷൂ എറിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തക 24 മാധ്യമ പ്രവർത്തക ഷൂ എറിഞ്ഞു എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകയ്ക്കൊപ്പമായിരുന്നു. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരെ അപമാനിച്ചു എന്നൊരു കാര്യം വരുമ്പോൾ മാധ്യമ പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി നിന്നു. മാധ്യമ സ്ഥാപനങ്ങളും ഒരുമിച്ച് തന്നെയാണ് നിന്നത്. സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകർക്കോ മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു കാര്യം വരുമ്പോൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഒരുമിച്ച് നിൽക്കാറാണ് പതിവ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് റിപ്പോർട്ടർ ടിവിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാദം വരുമ്പോൾ, മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വരുമ്പോൾ മറ്റ് എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഒറ്റയടിക്ക് റിപ്പോർട്ടർ ടിവിക്ക് എതിരാകുന്നു. എല്ലാവരും റിപ്പോർട്ടർ ടിവിയെ തള്ളുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ എല്ലാവരും റിപ്പോർട്ടർ ടിവിക്കെതിരെ വാർത്തകൾ നൽകുന്നു. കൂടുതൽ വളരെ കുറച്ച് പേർ മാത്രമാണ് റിപ്പോർട്ടറിനെ ഫേവർ ചെയ്ത് നിൽക്കുന്നത്. എന്നാലും ബാക്കി എല്ലാവരും, ഒരുവിധം ഭൂരിഭാഗം എല്ലാവരും റിപ്പോർട്ടറിനെ തള്ളുന്ന ഒരവസ്ഥയാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, നികേഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ വാങ്ങുമ്പോൾ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ഡീപ്പ് സ്റ്റോറികൾ കൊടുത്ത ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ റിപ്പോർട്ടർ ടിവിയെ ഇത്രത്തോളം വേട്ടയാടേണ്ട ആവശ്യം, അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് റിപ്പോർട്ടറിനോട് ഇത്രത്തോളം വൈരാഗ്യം തോന്നേണ്ട കാര്യം ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ആന്റോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, തുകയൊക്കെ നൽകാം അല്ലെങ്കിൽ പണമൊക്കെ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളിയോടെ നിൽക്കട്ടെ, ആ വെല്ലുവിളിയെ മറികടക്കാൻ സർക്കാരിനാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ വെല്ലുവിളിയെ മറികടന്ന് സർക്കാർ വന്നാൽ അത് റിപ്പോർട്ടർ ടിവിയുടെയും ആന്റോ അഗസ്റ്റിന്റെയും കാര്യത്തിൽ ഒരു പൂട്ട് വീഴും, അല്ലെങ്കിൽ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് പറയേണ്ടി വരില്ലേ? ഇതിലൊരു കാര്യം ആദ്യം പറഞ്ഞത് നോക്കാം നമുക്ക്. എന്തുകൊണ്ട് മറ്റ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ ഒരുമിച്ച് റിപ്പോർട്ടർ ചാനലിനെ അറ്റാക്ക് ചെയ്യുന്നു? കാരണം ഈ റിപ്പോർട്ടർ ചാനലും മറ്റ് മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം ഒരുമിച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി റിപ്പോർട്ടർ ലാഭമില്ലായിരുന്നു എങ്കിലും, പക്ഷേ വാർത്തയുടെ കാര്യത്തിലും പ്രസന്റേഷന്റെ കാര്യത്തിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവതരണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരേപോലെയായിരുന്നു, നല്ല രീതിയിൽ തരുന്നത്. അതായത് മാധ്യമ പ്രവർത്തനം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. പക്ഷേ എന്ന് ഈ നികേഷ് കുമാർ പോയി ആന്റോ അഗസ്റ്റിൻ ഇതിന്റെ ചാർജ് ഏറ്റെടുത്തു കഴിഞ്ഞു, അപ്പൊ അന്ന് മുതലേ തുടർന്ന് ഇതായിരുന്നു ഇതിന്റെ റിപ്പോർട്ടറിന്റെ നിലപാട് മാറ്റം. കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലാത്ത കഥകൾ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരൊക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് വാർത്തകൾ ഉണ്ടാക്കുന്നു, വാർത്തകൾ സൃഷ്ടിക്കുന്ന രീതിയൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അത് അന്ന് മുതലേ വിമർശിക്കപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അത് മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മറ്റു മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരുന്നതും റിപ്പോർട്ടറാണ് ആദ്യം. കാരണം ഇപ്പൊ 24-നെതിരെ ആണെങ്കിലും മറ്റു ചാനലുകൾക്കെതിരെയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടും ഏഷ്യാനെറ്റിനൊക്കെ എതിരെ ഓരോരോ പിന്നെ പല രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും എല്ലാവർക്കും വ്യക്തികൾക്കെതിരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വാർത്തകൾ കൊടുക്കുക, വാർത്ത ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരാൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നതോടുകൂടിയാണ് ജനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഈ ചാനലിനോട് ഒരു വെറുപ്പ് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട് നിരവധി സാധനം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉയർന്നു വരുന്ന ചോദ്യമാണ്, പിന്നെ ഈ മീഡിയ വണ്ണിനെതിരെ കേന്ദ്ര സർക്കാർ കുറച്ചു കാലം അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. അതായത് താഴിട്ട് പൂട്ടിട്ടുണ്ടായിരുന്നു. പൂട്ട് മീൻസ് പ്രക്ഷേപണം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിച്ചതാണ് റിപ്പോർട്ടർ ചാനൽ. പക്ഷെ ഇപ്പോ മീഡിയ വൺ റിപ്പോർട്ടർ ചാനലിനെതിരെ സംസാരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിന് എതിരെ, അതായത് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ വണ്ണിന് പൂട്ട് വീഴുന്നത് ഏത് സാഹചര്യത്തിലാണ്? മീഡിയ വൺ മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറയുകയോ അല്ലെങ്കിൽ ആളുകൾ പറ്റിച്ചിട്ടല്ല, അന്ന് സർക്കാരിനെതിരെ നിരന്തരം കേന്ദ്രത്തിനെതിരായി വാർത്ത കൊടുത്തതിന്റെ പേരിലാണ് മീഡിയ വണ്ണിനെ അന്ന് പൂട്ടുന്നത്. അതെ, അന്ന് കേന്ദ്രത്തിനെതിരെ BJPക്കെതിരെയുള്ള നിലപാട് കൂടുതൽ എടുത്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടർ ചാനൽ അന്നും ആ ഒരു നിലപാടിലായിരുന്നു. പക്ഷെ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ മീഡിയ വൺ തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഈ വാർത്ത കൊടുക്കരുത് അല്ലെങ്കിൽ റിപ്പോർട്ടറിനെ അനുകൂലിച്ചുകൊണ്ട് വാർത്ത ചെയ്യണം എന്ന് പറയുന്നത് എന്ത് കാര്യമാണുള്ളത്? കാരണം അവരുടേതായ ഇത് എന്താണ് ശരിയെന്നുള്ളത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, അതിനെ വിലയിരുത്തുന്നു, അതിലെന്താണ് ശരി, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആന്റോ അഗസ്റ്റിൻ 19ഓളം കേസുകളിൽ പ്രതിയാണെന്നാണ് പറയുന്നത്. അപ്പൊ 19 കേസുകളിൽ പ്രതിയായ ഒരാളെ കൊണ്ട് ഈ മെസ്സി വരുന്നതിനും അല്ലെങ്കിൽ LDF സർക്കാർ ഒരു സ്പോൺസർ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ട് ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം പോലീസ് തന്നെ സംസ്ഥാന സർക്കാരിന്
ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതവിടെ കട്ടെ. അതിനു മുമ്പ് പറയുന്നത് ഇങ്ങനെ മാധ്യമങ്ങൾ ഒറ്റപ്പെട്ടായിട്ട് ആക്രമിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ആക്രമിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നുള്ള ഒരു വസ്തുത. അപ്പൊ ഈ കാരണം എന്തുകൊണ്ട് എന്നുള്ളത് അന്വേഷണത്തിലൂടെ വ്യക്തമാക്കേണ്ടതാണ്. ഇതിലെന്ത് തെറ്റൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത്. റിപ്പോർട്ടർ ചാനലും ആന്റോയും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇത് റിപ്പോർട്ടർ ചാനൽ വലിയ ഹൈപ്പിലുള്ളത് കൊണ്ട് അസൂയ തോന്നി മറ്റു മാധ്യമ സ്ഥാപനങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതല്ല. ഇതൊരാളുടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ അത് വാർത്ത നൽകുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. അത് ആര് ചെയ്താലും നമ്മൾ ചെയ്യണമല്ലോ. കാരണം ആരാണോ ജനങ്ങളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഖജനാവിനെ നഷ്ടം വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വാർത്ത കൊടുക്കേണ്ടതെന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ല. അല്ലാതെ മാധ്യമ പ്രവർത്തകർ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ പറയുന്ന ആന്റോ അഗസ്റ്റിന്റെ ന്യായങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ എന്താണ് ഏറ്റവും ദുഃഖകരമായ വേദനാജനകമായത്? എല്ലാ മാധ്യമങ്ങളും കൂടി ഒറ്റയ്ക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വാർത്ത എല്ലാവരും കൊടുക്കില്ലേ സ്വാഭാവികമായിട്ട്. അല്ലാണ്ട് ഇവർക്ക് റിപ്പോർട്ടർ അവർക്ക് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാർത്ത കൊടുക്കേണ്ടതെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു കൊടുക്കാതിരിക്കുകയാണോ? 1-2 ചാനലുകാർ സ്കൈരൽ ഉൾപ്പെടെ പിക് TV ഉൾപ്പെടെ ഒരു മയത്തിലാണ് മയത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അത് അവരുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടായിരിക്കും. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒരു പുതിയ റിപ്പോർട്ട് വന്നത് പോലീസ് റിപ്പോർട്ട് നൽകിയതാണ്. അതായത് ഈ മെസ്സി വരുന്ന സംഭവത്തിൽ സ്പോൺസർ ആള് ശരിയല്ല, ആളത്ര നല്ലതല്ല എന്നുള്ളത്. കാരണം ക്രിമിനൽ കേസുകൾ 19ഓളം കേസുകളാണ്. നമ്മൾ ഏറ്റവും വിവാദമായി പറയുന്നത്. പിന്നെ മാംഗോ ഫോൺ ആയി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ 90 ദിവസം കണ്ട് 70 ദിവസം കണ്ട് ജയിലിൽ കിടന്നൊരു ഒന്നിലധികം കേസുകൾ ഉള്ളതാണ്. ഇത് ഒരുപാട് കേസുകളുള്ള തട്ടിപ്പുകൾ തന്നെ. ആ ആളുടെ കയ്യിലാണ് സർക്കാർ പറയുന്നത് ഈ സ്റ്റേഡിയം നവീകരിച്ചു. അല്ല, ഇതിൽ കേരള പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അന്നേ കേരള പോലീസ് സർക്കാരിനോട് പറഞ്ഞിരുന്നു, അതായത് LDF സർക്കാരിനോട്, പിണറായി സർക്കാരിനോട് വ്യക്തമായിട്ട് പറഞ്ഞു ഈ സ്പോൺസർ അത്ര ശരിയല്ല എന്ന്. അത് മാത്രമല്ല, ഇയാൾക്ക് ഈ സ്പോൺസർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് ഒരുപാട് വ്യത്യാസം വരുമല്ലോ. കാരണം ആ ഫണ്ട് തട്ടിപ്പ് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ED കേന്ദ്രം അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇത് വിലയിരുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ആരാണ് ഇത് നടത്തുന്നത്? സ്പോൺസർ. കാരണം പുറമേ നിന്നുള്ള ഫണ്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ട ഫണ്ടാണല്ലോ, പുറത്തേക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഇത് വിലയിരുത്തും എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് പോലീസ് കൊടുത്തിട്ടും അതെല്ലാം തള്ളി. അതൊന്നും കുഴപ്പമില്ല. എന്നിട്ടും ആന്റോയ്ക്ക് വേണ്ടി തന്നെ മാത്രം പറയാം. കാരണം റിപ്പോർട്ടർ ചാനലിന് വേണ്ടി എന്ന് പറയുന്നതിലേക്ക് നല്ലത് ആന്റോയ്ക്ക് വേണ്ടി. ആന്റോയുടെ കയ്യിലായിരുന്നല്ലോ പണം ഉണ്ടായിരുന്നത്, 126 കോടി കൂളായിട്ട്. അത് ഞാൻ പോട്ടെ, അത് എന്റെ വലിയ നഷ്ടം, സർക്കാരിനൊന്നും പറഞ്ഞിട്ടില്ല, അതൊരു വിഷയമല്ല എന്നിട്ട് പറഞ്ഞ ആൾ ഇപ്പൊ വീണ്ടും 1 കോടി കണക്ക് കഥയുമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചിരുന്നോ? വെല്ലുവിളിക്കുമ്പോ ഇപ്പോ ശക്തമായ വെല്ലുവിളിയാണ്. കാര്യം ആദ്യത്തെ ദിവസം ഈ ആരോപണം വരുന്നു. ആദ്യം ഒരു ദിവസം വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. 2ാമത്തെ ദിവസമാണ് ഇദ്ദേഹം വളരെ വൈകാരികമായിട്ടൊക്കെ പറയുന്നത്. 3 മാസമാകുന്നതിന് മുൻപ് ഒരു മാധ്യമ സ്ഥാപനത്തെ വേട്ടയാടുന്നു, രേഖകൾ ചോർത്തി അതിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് പറഞ്ഞു എന്റെ കയ്യിൽ രേഖകളുണ്ട്. അപ്പൊ അരുൺകുമാർ അത് കാണിക്കാൻ പറയുന്നു അതങ്ങനെ കാണിക്കാൻ പറ്റുന്ന രേഖകളല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോ അവസാനമായിട്ട് വെല്ലുവിളിയായിട്ടാണ് വരുന്നത്. വെല്ലുവിളിക്ക് മുൻപ് അദ്ദേഹം വളരെ വൈകാരികമായി തന്നെയാണ് പറയുന്നത് കിട്ടിയ അവസരം ബാക്കിയെല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കൂടി റിപ്പോർട്ടറിനെ വേട്ടയാടാൻ നോക്കുന്നുവെന്ന്. അതിന്റെ അകത്ത് പ്രധാനമായി ചോദിക്കുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാറില്ല എന്ന് തെളിയിക്കാനാകുമോ? AFAക്ക് പണം നൽകിയത് അനുമതി ഇല്ലാതെയാണെന്ന് വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്? GST അടച്ചിട്ടില്ലല്ലോ. പണം അയച്ചതിന് കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമോ? AFAയിൽ നിന്നും 55 കോടി RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ച ഗോഡ് ആഡ് എന്ന കമ്പനിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്താൽ ഇതൊക്കെ തെളിയിച്ചാൽ എന്തൊരു കാര്യം പറയണ്ടല്ലോ. പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ്, മനോരമ, 24, മാതൃഭൂമി, മീഡിയ 1 തുടങ്ങിയ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളിലെ ഏതെങ്കിലും ഒരു വാദം തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ പാരിതോഷികം നൽകാൻ ഞാൻ തയ്യാറാണ്. വരുന്ന 48 മണിക്കൂർ തുറന്ന സംവാദത്തിന് തയ്യാർ. പൂർണ്ണമായും എഡിറ്റുകളില്ലാതെ അത് ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ലൈവായി പ്രസിദ്ധീകരിക്കാൻ റിപ്പോർട്ടർ TV തയ്യാർ. വെല്ലുവിളി ഏറ്റെടുക്കുമോ? സ്ഥിരം ആൾക്കാരുടെ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ മാധ്യമ സ്ഥാപനങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. സർക്കാർ ഏറ്റെടുത്താൽ മതിയല്ലോ. അതെ, സർക്കാർ ഏറ്റെടുക്കണം. കാരണം മുൻ സർക്കാരാണ് ശരിക്കും ഇതിനുള്ള ഉത്തരം പറയേണ്ടത്. മുൻ കായിക മന്ത്രിയും ഇതിന് ഉത്തരം പറയുന്നില്ല. അവരൊന്നും കാണാനില്ല. അവരാരും സപ്പോർട്ട് ചെയ്തൊന്നും പറയുന്നില്ല. ആകെ ചെയ്തൊരു സഹായം
ദേശാഭിമാനിയിൽ വാർത്ത കൊടുക്കുന്നില്ല, കൊടുക്കുന്നുണ്ട്. കൈരളിയിലും വലിയ രീതിയിലുള്ള അതെ. വാർത്തകളൊന്നും കൊടുക്കുന്നില്ല. ഇത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ അല്ല, കഴിയുന്നത്. ഇതിലിപ്പോ പ്രത്യേകം കോടികളുടെ ഇടപാടുകൾ പരിപാടിയാണ്. കോടികൾ ഇനാമിന് കൊടുക്കുന്നു. നമുക്ക് കോടികൾ ഒരു വിഷയമല്ല എന്നുള്ളത്. ഒരു ഈ കോടി രൂപ കോടി എവിടുന്ന് കൊടുക്കുന്നു. വന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. സോഴ്സ് എന്താണെന്നുള്ളത് ഒരു ഉത്തരവില്ല. 126 കോടി പോട്ടെ എന്ന് പറയുന്നത് കൂളായിട്ട് GST പറയണമെന്ന് അടച്ചിട്ടില്ല. അതെ, കൂടെ പോട്ടെ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് അതെനിക്ക് നഷ്ടം വന്നു, അതെനിക്ക് തിരിച്ചു മേടിക്കണം. യഥാർത്ഥത്തിൽ അതായത് ഇതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ പോവുകയാണെങ്കിൽ അതെനിക്ക് തിരിച്ചു കിട്ടണം. എങ്ങനെ അനാവശ്യമായിട്ട് പോയതല്ലേ, അത് തിരിച്ചു കിട്ടും. ഇയാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ആവശ്യപ്പെടുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ പോകണമെങ്കിൽ അത് 100 രൂപ പോയിട്ട് എന്നെ വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതല്ലേ പറയുള്ളൂ. അതെനിക്ക് തിരിച്ചു കിട്ടണം എന്ന് പറയും. പക്ഷേ ഇതിപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വരരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം ഇതങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണം. ഇതിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് ഒതുങ്ങുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ അടുത്ത വാർത്തകൾ വരുമ്പോൾ ചിലപ്പോൾ ഒതുങ്ങുമായിരിക്കും. പക്ഷെ വി.ഡി. സതീശൻ അത് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കണ്ടുപിടിക്കും, അന്വേഷണത്തിന്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെയും വി ഡി സതീശനെയും ഒക്കെ വേട്ടയാടിയ ചാനലാണ് റിപ്പോർട്ടർ. അപ്പൊ അവർക്ക് കൊടുക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല പണി കൊടുക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. സർക്കാരായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യഥാക്രമം സർക്കാരിന്റെ നടപടി മാത്രം ചെയ്താൽ മതി. ഇത്രയും തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടാണ് വി.ഡി. സതീശനെ അല്ലെങ്കിൽ യു.ഡി.എഫിന് എതിരെയൊക്കെ വാർത്തകൾ കൊടുത്തെന്നുള്ളതാണ്. അല്ലാതെ വെറുതെ വി.ഡി. സതീശനെ ആക്രമിച്ചത് കൊണ്ടുള്ള ഒരു നടപടി എടുക്കുന്ന രീതി അല്ലല്ലോ ഇത്. ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത് കൊണ്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഈ പണം എന്തായെന്നുള്ളത് കുറച്ച് ദിവസം കൂടി എന്തായാലും ഈ ആന്റോ അഗസ്റ്റിന്റെ, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആന്റോ അഗസ്റ്റിന്റെയും അല്ലെങ്കിൽ അരുൺകുമാറിന്റെയും എല്ലാം മുഖം അല്ലെങ്കിൽ പ്രവർത്തന ആ ഒരു ബോഡി ലാംഗ്വേജ് മൊത്തം മാറിയിട്ടുണ്ടെന്ന് ഒന്ന്. മുമ്പത്തെ പോലെയുള്ള ആവേശവും വെല്ലുവിളിയൊന്നും വൈകാരികമായിട്ടൊക്കെയാണല്ലോ പറഞ്ഞത്. 3 മാസമായിട്ട് വേട്ടയാടുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇതിലിപ്പോ ഒരു കാര്യം, ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആ MDMA പിടിച്ച വി.ഡി. സതീശന്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ആ വീട്ടിൽ പോയി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ അത് വെച്ചിട്ട് വാർത്തകൾ തിരിച്ചെടുത്തു. അതെ, അതൊരു 4-5 വാർത്ത അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്നുള്ള രീതിയിൽ, രാത്രി എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പൊ അവരിപ്പോ ടാർഗറ്റ് ചെയ്ത് പോകുന്നത് പ്രധാനമായിട്ടും. വി.ഡി. സതീശൻ പറഞ്ഞത് നുണയാണ് എന്നുള്ള രീതിയിലാണ് പുതിയ എക്സ്ക്ലൂസീവായിട്ട് കുറെ അടിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പണ്ടത്തെ പോലെയൊന്നും അല്ല. കാരണം അനുകൂലിക്കാനോ സംരക്ഷിക്കാനോ LDF അല്ലെങ്കിൽ പിണറായി സർക്കാരോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്.